വിഷും കഴിഞ്ഞ് വിഷുവിൻ്റെ പടക്കം പൊട്ടിക്കലും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞുള്ള ഹാങ് ഓവർ മാറ്റാനായിട്ട് മൂവി കാണാൻ പോവാണ്. മൂവി ഏതാണെന്ന് വഴിയെ പറയാട്ടോ. 3 പേരും ഒരുങ്ങി കെട്ടി ഇറങ്ങാൻ നിൽക്കാണ്. നമ്മൾ ഫസ്റ്റ് ഷോയ്ക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം നല്ല മഴക്കാരുണ്ടായിരുന്നു. സെക്കൻഡിന് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ കിട്ടി പണിയായാലോ എന്ന് വിചാരിച്ചിട്ട് കാച്ചുവിൻ്റെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂവി കാണാൻ ഞങ്ങളെക്കാളും ത്രില്ലടിച്ചിരിക്കുന്നത് കാച്ചുവാണ് കേട്ടോ. വേറെ ഒന്നല്ല, പോപ്കോൺ തിന്നാൻ മാത്രമാണ് അവൻ തിയേറ്ററിലേക്ക് വരുന്നത്. വീടിൻ്റെ അവിടുന്ന് കുറച്ച് പോയാൽ മതി കേട്ടോ തിയേറ്ററിലേക്ക്. വിയൂരുള്ള ദീപ തിയേറ്ററിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ ആ ചെമ്മരുമത്തെ മുഴുവൻ പൊടി അവൻ്റെ ടീഷർട്ടിൽ എങ്ങനെ ആക്കാന്നുള്ളതാണ് അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പിള്ളേരല്ലേ പോട്ടെ എന്നും വിചാരിച്ചു. അപ്പോൾ ഇതേ മൂവി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു മൂവി തന്നെയാണ്. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്നതാണ്. മൂവി അത്യാവശ്യം നല്ല ഹാരം കൊണ്ടിരിക്കുമ്പോഴേക്കും ഇൻ്റർവെല്ലായി. അപ്പോൾ ഇതേ കാച്ചും ചേട്ടനും പോയി പോപ്കോണും അതുപോലെ തന്നെ കുറച്ച് സ്നാക്സും വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ തിയേറ്ററിൽ നല്ല ചൂട് മൊരിഞ്ഞ പപ്സ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ കട്ട്ലറ്റും സമോസയും വെച്ച് നമ്മൾ കാച്ചുവിൻ്റെ മുഖത്ത് ഈ 100-ന്റെ ബൾബിൻ്റെ തെളിച്ചം കാണുന്നത് വേറൊന്നുമില്ല. 4ാമത്തെ പാക്കറ്റ് പോപ്കോണാണ് അവൻ കഴിക്കുന്നത് കേട്ടോ. മടുത്തിലിടാൻ ചോദിച്ചപ്പോൾ ഉള്ള തെളിച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ച് മൂവിയും കണ്ട് എൻജോയ് ചെയ്ത് സെക്കൻഡ് ഹാഫ് എന്തോ ഒരു അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ മൂവി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോഴേ പലചരക്ക് കടയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കണ്ട മാജിക് ബുക്ക് വേണമെന്ന് വാശി പിടിച്ചപ്പോൾ അതും വാങ്ങിച്ച് ചപ്പാത്തിയും വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലുള്ള വീഡിയോ ഇഷ്ടമാവുന്നതിനെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്